ഒരു അതിഥിയുണ്ട്. കൺമണി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കൺമണിയെക്കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രേക്ഷകരോട് കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ അതാദ്യം പറഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഓക്കെ. ദൈവം ജീവിതത്തിന് വരച്ചു വെച്ച ചില വരകളുണ്ട്. അതിനപ്പുറത്തേക്ക് സ്വന്തം സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ചില മനുഷ്യർ. പരിമിതികളെ പാഠങ്ങളാക്കി, പ്രതിസന്ധികളെ പ്രതിഭയാക്കി മാറ്റിയ ജീവിതമാണ് കൺമണി ശശിയുടേത്. സ്വരങ്ങളെ കൂട്ടുപിടിച്ച് സംഗീതവേദികളിൽ വിസ്മയം തീർക്കുമ്പോൾ കാലുകൾ കൊണ്ട് ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ച് മറ്റൊരു കലാലോകവും കൺമണി സ്വന്തമാക്കുന്നു. കർണാടക സംഗീതം, അഷ്ടപതി, കഥകളി സംഗീതം, ലളിത സംഗീതം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച കൺമണി ഇന്ത്യയിലും വിദേശത്തുമായി 500-ലേറെ വേദികളിൽ സംഗീതം അവതരിപ്പിച്ചിട്ടുണ്ട്. ശ്രീ സ്വാതി തിരുനാൾ സർക്കാർ സംഗീത കോളേജിൽ നിന്ന് BPA വോക്കലിൽ 1ാം റാങ്ക് നേടിയ കൺമണി ഇപ്പോൾ ഉപരിപഠനം തുടരുകയാണ്. കേരള സംസ്ഥാന കലോത്സവത്തിലും കേരള സർവകലാശാല കലോത്സവത്തിലും മികവ് തെളിയിച്ച ഈ കലാകാരിയെ ദേശീയ തലത്തിൽ മികച്ച സർഗാത്മക ഭിന്നശേഷിക്കാരിക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചിട്ടുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും മുന്നിൽ സംഗീതം അവതരിപ്പിച്ച അനുഭവവും കൺമണിയുടെ കലാജീവിതത്തിനുണ്ട്. 2026 ജൂണിൽ നാദവിനോദിനി എന്ന വിശിഷ്ട പദവി കൂടി ലഭിച്ചതോടെ അംഗീകാരങ്ങളുടെ പട്ടികയിലും മറ്റൊരു പൊന്തൂവലുണ്ട്. ജീവിതം മുന്നിൽ വച്ച പരിമിതികളെക്കാൾ അതിനപ്പുറം കാണാനുള്ള മനസ്സും കഴിവുമാണ് ഒരാളെ നിർവചിക്കുന്നതെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച കൺമണിയാണ് എന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേർന്നിരിക്കുന്നത്. വളരെ വളരെ സന്തോഷം തോന്നുന്നു കൺമണിക്കൊപ്പം ഇങ്ങനെ ഇരിക്കാനും കാര്യങ്ങൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ കഴിഞ്ഞതിൽ, കൺമണിയെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് കൺമണിയുടെ വിശേഷങ്ങളിലേക്ക് വരാം. ആദ്യം സംഗീതയാത്രയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. എങ്ങനെയാണ് ഈ സംഗീതയാത്ര ആരംഭിച്ചത്? ഇതൊരു കരിയറായിട്ട് അല്ലേ, ഇപ്പോൾ കരിയറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രചോദനം കുടുംബത്തിൽ നിന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു വഴികളൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ വീട്ടിൽ ആരും തന്നെ പാട്ട് പാടുന്നവരോ പഠിച്ചവരോ ആരും തന്നെ ഇല്ല. ഞാനാണ് ആദ്യം വീട്ടിൽ സംഗീതം പഠിച്ചു തുടങ്ങിയത്. ചെറുതിലേ കഴിവുണ്ട് എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല അമ്മ പഠിക്കാനായിട്ട് ചേർത്തത്. എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് എനിക്ക് സംഗീതത്തിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാവാം സംഗീതം പഠിക്കാനായിട്ട് ആദ്യം ഞാൻ ചേർന്നത്. ഞാൻ LKG UKG തൊട്ട് ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചു വരുന്നു. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു. ഇപ്പോൾ കറൻ്റ്ലി മ്യൂസിക്കിൽ ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിമൻസ് കോളേജിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ. ശാരീരിക പരിമിതികൾ എന്ന് പറയുമ്പോൾ പരിമിതി എന്നുള്ള വാക്കേ നമുക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കൺമണിയെ കാണുമ്പോൾ, അല്ലേ? അതൊരു പരിമിതിയല്ല. ആ പരിമിതികൾക്കപ്പുറത്തേക്ക് നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് കൺമണി സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ പരം ഒരു അഭിമാനം വേറെ ഇല്ലയെന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ് കൺമണി അതിനൊക്കെ ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ശരിക്കും എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന അമ്മയാണ്. അച്ഛൻ ഗൾഫിലായിരുന്നു കുട്ടിക്കാലത്ത്, ഇപ്പോഴാണ് അച്ഛൻ നാട്ടിലുള്ളത്. അപ്പോൾ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ടൈം കുട്ടിക്കാലമാണ്. അത് കുറച്ച് ഗ്രൂം ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പം ആ സമയത്ത് എൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നത് അമ്മയും എൻ്റെ ഫാമിലിയും ആണ്. പിന്നെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് എല്ലാവരും എൻ്റെ ലൈഫിലൊരു ഭാഗമാണ്. ഞാൻ എന്നീ നിലയിൽ എത്താനുള്ളൊരു കാരണം ഇവരെല്ലാം ഒരു ഭാഗമാണ്. അപ്പോൾ ചെറുതിലേ തൊട്ടേ അവരുടെ ഒരു ഗ്രൂമിങ്ങും അവർ തരുന്ന ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ആണ് എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ചുകൂടെ ഹാപ്പിനെസ് ആയിട്ട് ഇപ്പം മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. തീർച്ചയായും കണ്ണുകളിലെ ആ തിളക്കം, മുഖത്തെ ആത്മവിശ്വാസം ഒക്കെ അവർ തന്നതായിരിക്കും. അല്ല, കൺമണി സ്വയം ആർജിച്ചെടുത്തതിനപ്പുറത്തേക്ക് കൂടെയുള്ളവർ തരുന്നൊരു വലിയ സപ്പോർട്ടും ഉണ്ട്, അല്ലേ? സംഗീതം പഠിക്കുന്ന കാലത്തെ ഒരുപാട് വെല്ലുവിളികൾ എന്തായാലും സ്വാഭാവികമായി നേരിടേണ്ടി വന്നിരിക്കും, അല്ലേ? റെഗുലർ ക്ലാസ്സുകളിൽ പോകുമ്പോൾ, അല്ലെ? അങ്ങനെ റെഗുലർ ക്ലാസ്സുകളിലല്ലേ കൺമണി പങ്കെടുത്തിട്ടുണ്ട്? അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഉണ്ടായിരുന്ന വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? അതിനെ അതിജീവിച്ചതൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ എല്ലാം ഒരു സ്മൂത്ത് ലൈഫാണ്. കാരണം കുട്ടിക്കാലമാണ് ഏറ്റവും കൂടുതൽ സഫർ ഉണ്ടായത്. അപ്പം ചെറിയ കാലത്ത് നമ്മൾ ട്രാവൽ ബുദ്ധിമുട്ടാണ്. നടന്നു പോകാൻ പറ്റില്ല, പിന്നെ ബസ് യൂസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അമ്മ സ്കൂട്ടറിൽ ഇങ്ങനെ ഷോള് കെട്ടി വെച്ചിട്ടാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അത് മറികടന്ന് ഇപ്പോൾ ഒരു കാറിലേക്കോ അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് നടന്നു പോകത്തക്ക രീതിയിലാവാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ സഫർ ചെയ്തിട്ട് ആ കാര്യത്തിലാണ്. പാടുന്ന കാര്യത്തിലൊക്കെ ദൈവം ഉള്ള അനുഗ്രഹം തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കൂടുതലും നമുക്ക് ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. പാട്ട് അതാണ് കൺമണിയെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആ സംഗീതം നമുക്ക് പ്രേക്ഷകർക്ക് കൂടി ഒന്ന് അനുഭവിക്കാൻ കൊടുക്കാം, അല്ലേ? ഏത് പാട്ടാ അപ്പോൾ പാടാൻ പോണേ? ഞാൻ കൃതി പാടാം. സന്ദേഹമു ഏലരാന സാമീന പൈ നീക്കോ సందేహము ఏలరాన
സമീന പై నీకు సందేహము ఏలరన సమీన పై నీకు సందేహము ఏలరన సామి నాపై నీకు సందేహము ఏలరన സമീന പൈ. സംഗീത ഈ കച്ചേരികളൊക്കെ ചെയ്യാറുണ്ടോ? അതെ അതെ, ചെറുതിലേ ഞാൻ എൻ്റെ നാലാം ക്ലാസ്സിൽ ഞാൻ അരങ്ങേറ്റം കഴിഞ്ഞതാണ് പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ. അതിനുശേഷം നിറയെ കച്ചേരികൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ സ്വാതിനാൾ സംഗീത കോളേജിലായിരുന്നല്ലോ പഠനം എന്ന് പറയുന്നത്. PPA വോക്കലിൽ റാങ്കോട് കൂടിയായിരുന്നു വിജയിച്ചത് അല്ലേ? ആ വിജയം എന്ന് പറഞ്ഞാൽ കൺമണിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന നേട്ടമാണ്, വലിയ പൊരുതി നേടിയതാണെന്നൊക്കെ നമുക്ക് പറയാം വേണമെങ്കിൽ. അപ്പോൾ ആ പഠനകാലത്തെക്കുറിച്ച്, ആ റാങ്ക് നേടിയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവത്തെക്കുറിച്ചൊക്കെ പറയാമോ? ഞാൻ എല്ലാ എക്സാംസും ചെറുതിലോട്ടുള്ള എല്ലാ എക്സാംസും ഞാൻ കാലുകൊണ്ട് എഴുതാറ്, സ്ക്രൈബ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കോൺഫിഡൻസ് നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് നമുക്ക് 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് BPAക്ക് ജോയിൻ ചെയ്യുകയായിരുന്നു മ്യൂസിക്കിൽ, സ്വാതിനാൾ മ്യൂസിക് കോളേജിൽ. അപ്പം ചേർന്ന സമയത്തൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്കൊരു റാങ്ക് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഉയർന്നൊരു സ്ഥാനത്തിൽ എനിക്ക് മ്യൂസിക്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ നമ്മൾ റാങ്ക് എന്നുള്ള പ്രതീക്ഷയിലല്ല തുടങ്ങിയത്. ലാസ്റ്റ് അത് നേടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഉപരിപഠനത്തിന് വലിയൊരു പങ്കാണ് റാങ്ക് വഹിക്കുന്നത്. അപ്പം അതും കൂടെ ആയപ്പോൾ സന്തോഷമായിട്ടുണ്ട്, ഇരട്ടി മധുരമായി. അതെ. ഈ കർണാടക സംഗീതത്തിനൊപ്പം അഷ്ടപതി ഉണ്ട്, കഥകളി സംഗീതമുണ്ട്, ലളിത സംഗീതമുണ്ട് അല്ലേ? ഇത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഇതൊക്കെ ഉണ്ട്, വ്യത്യസ്ത മേഖലകളിൽ കൺമണി കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത് എന്താണ്? എനിക്ക് ഞാൻ സ്കൂൾ ടൈമിലാണ് കൂടുതലും കോമ്പറ്റീഷൻസ് മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിൽ ഓരോ വർഷം ഓരോ ഐറ്റംസ് കൂടുതൽ ചേർക്കാനായിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നേടിയതാണ് പഠിച്ചതാണ് ഓരോ ഐറ്റംസും, അഷ്ടപതി ആയാലും കഥകളി സംഗീതം ആയാലും. അപ്പം എല്ലാത്തിലും ഉപരി എനിക്ക് കർണാട്ടിക് മ്യൂസിക് തന്നെയാണ് ഇഷ്ടം. ബാക്കിയെല്ലാം ഒരു സ്കൂൾ കാലഘട്ടത്തിലെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പഠിച്ച ഓരോ ആർട്ടാണ്. അഷ്ടപതിയൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി കേൾക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു. ആണോ? നോക്കട്ടെ, ഞാൻ കഥകളി സംഗീതത്തിന്റെ ലൈൻ പാടാം. ഓക്കെ. ഓക്കെ. വിപീനം എന്ന ഏഴു ഘോര വിപീനം എന്ന ലേഴു ഘോര വിപീനം എന്ന ലേഴു. ഇങ്ങനെയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് കഥകളി സംഗീതം. നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുള്ളത് ഈ കലോത്സവങ്ങളിലൊക്കെയാണ് അതെ അതെ അല്ലേ? കൂടുതലായിട്ട് ആളുകൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ തിരക്കിനിടയിൽ ഒന്നും പോകാനൊന്നും പറ്റുന്നില്ല. ഇഷ്ടമാണ് അതൊക്കെ കാണാനും കേൾക്കാനും. പക്ഷേ കലോത്സവങ്ങളിൽ നമ്മളിത് കേൾക്കുന്നു എന്നുള്ളതാണ്. അതിലേക്ക് മാത്രമായി ചുരുങ്ങി പോകുന്ന കുറെ ഐറ്റംസ് ഉണ്ട്, ക്യാപ്സ്യൂളുകളായിട്ട് മാത്രം. ഇപ്പോൾ ഈ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, സർവകലാശാല കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൺമണിയിലെ കലാകാരിയെ രൂപപ്പെടുത്തിയെടുക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? എൻ്റെ ലൈഫിൽ ഞാൻ ഓരോ കാര്യം പഠിച്ചത് ഒന്ന് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചൊരു കാര്യമാണ് കലോത്സവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും മാത്രം ഐറ്റംസ് പഠിക്കാനോ അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്കിലോ ചിത്രരചനയിലും മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു ലൈഫായേനെ. പക്ഷേ സംസ്ഥാന കലോത്സവമായാലും യൂണിവേഴ്സിറ്റി കലോത്സവത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഐറ്റംസ് പങ്കെടുക്കാനും അതിൽ ഒരു ഉന്നത വിജയം നേടാൻ സാധിക്കുന്നത് എനിക്ക് വലിയൊരു അഭിമാനമാണ്. കാരണം ഓരോ ഐറ്റംസ് പഠിക്കുമ്പോഴും നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാനും അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോ വർഷവും ഓരോ ഐറ്റംസ് കൂടിയാണ് ഇത്രയും ഐറ്റംസ് പങ്കെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു ആവേശം ഉണ്ടല്ലേ? സ്കൂൾ കലോത്സവത്തിലാണെങ്കിലും കോളേജ് കാലത്താണെങ്കിലും ഒക്കെ ആ മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ആവേശം, എനിക്കൊന്നും ആ ഗ്രേഡിന് ശേഷം കുറച്ചൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പോലും മത്സരം എന്ന് പറയുന്ന പാരന്റ്സ് തമ്മിലൊക്കെ ആയിരുന്നു കാലഘട്ടത്തിൽ. അതൊക്കെ ഓർമ്മിക്കുമ്പോൾ ഭയങ്കര. സ്കൂൾ കലോത്സവം ഒട്ടും മറക്കാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റിയെക്കാട്ടിലും എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകൾ തന്നിട്ടുള്ളത് സ്കൂൾ കലോത്സവമാണ്. ഓരോ വർഷം ഓരോ ജില്ലയിൽ മാറി മാറി സ്റ്റേറ്റ് പോവുക, ഫ്രണ്ട്സിനോടൊപ്പം നമുക്ക് പങ്കിടാൻ പറ്റുന്ന സമയങ്ങൾ,
യാത്രകള്, അവിടുത്തെ കലോത്സവ അന്തരീക്ഷങ്ങള്, ഇതുപോലെ കുറേ മീഡിയാസിൽ പങ്കെടുക്കാൻ പറ്റിയ. അതെ അതെ, അവരൊക്കെ കൺമണി എന്തായാലും ഒരു അപൂർവ പ്രതിഭയാണല്ലോ കൺമണി. അപ്പം അതൊക്കെ കാണാനും അത് അനുഭവിക്കാനും പറ്റിയത് വലിയൊരു സന്തോഷം. തീർച്ചയായും. ഇപ്പൊ ഇന്ത്യയിലും വിദേശത്തുമായിട്ടൊക്കെ ഒട്ടേറെ പരിപാടികൾ, സ്റ്റേജുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പങ്കെടുത്ത ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ആദ്യം കച്ചേരി തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഈ ഭിന്നശേഷി കലോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു, സ്കൂളിലൊക്കെ ചേരുന്നതിന് മുമ്പ്. പിന്നെ ഞാൻ കച്ചേരിയിലേക്കാണ് കൂടുതലും മൂവ് ചെയ്തിട്ടുള്ളത്. ഫിലിം സോങ്സ് അത്ര കുറവാണ് ഞാൻ. അപ്പം കർണാട്ടിക് മ്യൂസിക്കിൽ കച്ചേരി ആദ്യം അരങ്ങേറ്റം കഴിഞ്ഞതിന് ശേഷം ഇന്നീ ദിവസം വരെ കച്ചേരിക്ക് കുറവൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഓരോ വേദികളിൽ പോകുമ്പോൾ നമ്മുടെ കഴിവ് ഇമ്പ്രൂവ് ചെയ്യാനും അവിടെ നിന്ന് കുറേ എക്സ്പീരിയൻസസ് നമുക്ക് മനസ്സിലാക്കാനും കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സിനിമാ ഗാനം കൂടി നമുക്ക് വേണ്ടി പാടാം. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാരോ മയങ്ങി, പുലരി തൻ ചുംബന കുങ്കുമ മല്ലേ ഋതുനന്ദിനിയാക്കി, അവളെ പനിനീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി. നന്നായിട്ടുണ്ട്, പറയേണ്ടതില്ല. ഇപ്പോൾ മറ്റൊരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ, രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് മുന്നിലൊക്കെ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ കൺമണിക്ക് അവസരം ലഭിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം? ഇപ്പം മഞ്ജുവാരുടെ ഒരു പാട്ടാണ് പാടിയിട്ടുള്ളത്. മഞ്ജുവാരുടെ മറ്റേ ഹൗ ഓൾഡ് ആർ യു ഉണ്ടായിരുന്ന പോലുള്ള അനുഭവമായിരുന്നു. എങ്ങനെയായിരുന്നു അത്? നമുക്ക് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. ഞാൻ 2019 ഒരു നാഷണൽ അവാർഡിന് വേണ്ടി അയച്ചിട്ടുണ്ടായിരുന്നു. അന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ പ്രസൻറ്റേഷൻ കണ്ടിട്ടാണ് എന്നെ ഇതിൽ ക്ഷണിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ത്യയിൽ ഒട്ടാകെ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഓരോ ആർട്ടിസ്റ്റിനെ ക്ഷണിച്ചുള്ള പ്രോഗ്രാമായിരുന്നു അത്. 2019 തന്നെ ആയിരുന്നു. അപ്പം ആ പ്രോഗ്രാമിൽ ആദ്യം പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് സാർ അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഒരു തവണ അവിടെ പാടാൻ പറ്റി രാഷ്ട്രപതി ഭവനിൽ. നെക്സ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എല്ലാ മന്ത്രിമാരും ചേർന്ന് കാണത്തക്ക വിധം അത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ രണ്ടാമത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. വളരെ കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും അത് ലൈഫിലെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞൊരു സമയമായിട്ട് ഞാൻ കരുതുന്നു. ഉണ്ടായിരുന്നു. നമുക്ക് കുറേ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ മുമ്പിലേക്ക് എത്തിയത്. അപ്പം എത്ര പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ മുമ്പിൽ പാടുമ്പോൾ ഉള്ളൊരു ടെൻഷൻ അത് വലുത് തന്നെയായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എൻ്റെ ലൈഫിലെ ഏറ്റവും മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. പിന്നെ ഈ നേരത്തെ പറഞ്ഞു കാലുകൾ കൊണ്ടാണ് എഴുതുന്നതും വരയ്ക്കുന്നതും ഒക്കെ. അത് പ്രാക്ടീസ് ചെയ്തെടുത്തത് എങ്ങനെയായിരുന്നു? അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് അമ്മയായിരിക്കും കൂടുതലായിട്ടും, വീട്ടിൽ അമ്മയും കൂടെയാണല്ലോ ഉള്ളത്. അല്ലാതെ ഇതിന് ട്രെയിനിങ് പ്രത്യേകിച്ച് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പോൾ നമ്മൾ രണ്ട് കൈയില്ലാത്തൊരു കുട്ടി എങ്ങനെ എഴുതും വരയ്ക്കും എന്നുള്ളത് ആ കാലത്തൊക്കെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അപ്പം ആ ടൈമിൽ എൻ്റെ ഒരു ടീച്ചറാണ് അക്ഷരം ബാലപാഠം പഠിപ്പിച്ചൊരു ടീച്ചറായിരുന്നു. എനിക്ക് കാലുകൊണ്ട് എഴുതി നോക്കാം, അത് എഴുതി എത്രമാത്രം വിജയകരമാകും ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും അത് എങ്ങനെ എഴുതാം എന്നുള്ള ടീച്ചറാണ് ഒരു ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ലൈഫിൽ ഒരിക്കൽ പോലും പഠിത്തത്തിൻ്റെ കാര്യത്തിലോ വരയ്ക്കുന്ന കാര്യത്തിലോ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. കാരണം എഴുതുന്ന പോലെ തന്നെയാണ് എനിക്ക് വരയ്ക്കുന്നത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം അന്ന് തൊട്ടേ കുട്ടിക്കാലം തൊട്ടേ ഈ നമ്മൾ ടെക്സ്റ്റിലൊക്കെ ഉള്ള പോലെ തന്നെ കാക്കയും പൂച്ചയും ഒക്കെ വരച്ച് അതെ അങ്ങനെ വരച്ച് മുമ്പോട്ട് വന്നതാണ്. പിന്നെ നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടായിട്ടുള്ള ട്യൂട്ടറിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് പോകുന്ന വരയ്ക്കും. അങ്ങനെ ചെയ്യാൻ പറ്റും. രാംനാഥ് കോവിന്ദിന് ചിത്രം സമ്മാനിച്ചിരുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? എങ്ങനെയായിരുന്നു നേരത്തെ ഒരു അനുഭവം? അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വരച്ചു എന്നതിലുപരി അത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അദ്ദേഹം അത് മേടിക്കും എന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം മേടിച്ച് ശരിക്കും പറഞ്ഞാൽ ആ ടൈമിലൊക്കെ നല്ല ഫെമിലറായി ഞങ്ങൾ. സാറിന് എന്നെ കണ്ടാലും എപ്പോൾ കണ്ടാലും മനസ്സിലാവും. തിരിച്ച് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ 2-3 ഇവൻറ്റ്സിൽ ഇങ്ങനെ പങ്കെടുത്തപ്പം സാറിനും ഒരു ഫെമിലിയർ ഫേസ് ആയി മാറി എൻ്റെത് നെയിമും. അപ്പോൾ അന്ന് അത് കൊടുക്കാൻ പറ്റിയതും അദ്ദേഹത്തോടൊപ്പം ആ പെയിൻറ്റിങ് ഒക്കെ പങ്കിടാൻ കഴിഞ്ഞ സമയമൊക്കെ ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ സമയമായിരുന്നു. സംഗീതവും ചിത്രകലയും രണ്ടും
ഒന്ന് നോക്കിയാൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. കാരണം നമ്മളൊരു കാര്യം മനസ്സിൽ ആവിഷ്കരിക്കുന്നത് ഒന്ന് ചിത്രത്തിലൂടെയാണ്, സംഗീതത്തിലൂടെയാണ്, വരികളിലൂടെയാണ് അല്ലേ. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കൺമണിക്ക് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് മേഖലകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? മ്യൂസിക് എപ്പോഴും എൻ്റെ ഒരു കരിയർ ആകണം എന്നാണ് എൻ്റെ ആഗ്രഹം. പാഷനോടൊപ്പം തന്നെ അതൊരു +2 വരെ ഒരു പാഷനായിട്ട് മാറിയെങ്കിലും പിന്നെ അത് കരിയറായിട്ട് മാറ്റണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഡ്രോയിങ് എൻ്റെ ഒരു വിനോദകരമായ ഒരു കാര്യമാണ്. ഞാൻ വളരെ റിലാക്സ് ചെയ്തിട്ട് എനിക്ക് റിലീഫിന് വേണ്ടിയിട്ടും വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വരയ്ക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് എൻ്റെ ഒരു മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. മാക്സിമം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ നോക്കുമായിരുന്നു ഈ അവാർഡുകളുടെ ദേശീയ തലത്തിൽ മികച്ച സർഗാത്മക ഭിന്നശേഷിക്കാർക്കുള്ള പുരസ്കാരം അല്ലേ, അത് ലഭിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? ജീവിതത്തിൽ വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ഈ അവാർഡുകൾ ലഭിക്കുക എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു ആ സമയത്തെ ഒരു അനുഭവം? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആദ്യം 2019 ഈ അവാർഡിന് വേണ്ടി അയച്ചപ്പോൾ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നൊരു പേപ്പർ മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. എനിക്ക് അതറിയാതെ ഞാൻ മൂവ് ചെയ്തില്ല. അപ്പം സെക്കൻഡ് ടൈം ഞാൻ അയച്ചപ്പോഴാണ് എനിക്കിത് അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇത് പാട്ട് ഞാൻ അവിടെ രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയും ഒക്കെ മുൻപിൽ പാടിയതിന് ശേഷമാണ് എനിക്ക് ഈ അവാർഡ് കിട്ടുന്നത്. അപ്പോൾ ഉപരാഷ്ട്രപതിയിൽ നിന്നായിരുന്നു എനിക്ക് അവാർഡ് കിട്ടിയത്. കുറേയധികം ആൾക്കാർക്ക് നമുക്ക് കേരളത്തിൽ നിന്നായാലും പുറമേ ആണെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പല സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാരോട് പങ്കെടുക്കുക, അവരോടൊപ്പം ചിലവഴിക്കാൻ പറ്റുക, ഈ അവാർഡ് മേടിക്കാൻ പറ്റുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ്. നമുക്ക് ഓരോ അവാർഡ്സ് കിട്ടുന്നത് നമ്മുടെ ലൈഫിൽ ഉത്തരവാദിത്തങ്ങൾ കൂടി വരികയാണ്. അപ്പം അത് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കൊരു പാട്ടും കൂടെ പാടിക്കണമെന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഈ നാദവിനോദിനി അതുകൂടെ പറയേണ്ടതുണ്ട് അല്ലേ. 2026 ഈ വർഷം ജൂണിലാണ് നാദവിനോദിനി വിശിഷ്ട പദവി. എന്താണ് ഈ അംഗീകാരത്തിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട നിമിഷം? എന്താണ് നമുക്ക് ഈ നാഷണൽ അവാർഡ് ആണെങ്കിലും എല്ലാം എൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റ്സും കൂടെ ചേർത്തുള്ളൊരു അവാർഡാണ് ഈ നാഷണൽ അവാർഡ് അല്ലെങ്കിൽ മറ്റ് അവാർഡ്സ് എല്ലാം തന്നെ. പക്ഷേ നാദവിനോദിനി എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ ലഭിച്ചത് അത് കർണാട്ടിക് മ്യൂസിക്കിന് വേണ്ടി മാത്രമുള്ളൊരു അവാർഡാണ്. മറ്റ് കഴിവുകളെല്ലാം മാറ്റി നിർത്തിയിട്ട് കിട്ടുന്ന കർണാട്ടിക് മ്യൂസിക്കിന് വേണ്ടി മാത്രം കിട്ടുന്ന ഒരു അവാർഡാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സ്പെഷ്യലാണ്. ഫസ്റ്റിൽ എനിക്ക് സെക്കൻഡ് ടൈമാണ് നീലാണ്ട ശിവൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് അവാർഡായിരുന്നു നാദവിനോദിനി എന്ന് പറയുന്നത്, മ്യൂസിക് റിലേറ്റ് ചെയ്തിട്ട്. അപ്പം അത് വളരെ സ്പെഷ്യലായിട്ടുള്ള അവാർഡായിരുന്നു. ചെന്നൈ വെച്ചിട്ടായിരുന്നു അവാർഡ് കിട്ടിയത്. ചെന്നൈ പോലുള്ളൊരു സ്ഥലത്ത് കർണാട്ടിക് മ്യൂസിക്കിന് ഒരു ചെറിയ എന്നെ പോലൊരു ആൾക്ക് ഒരു സ്പേസ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം വലിയ ഹാപ്പിയാണ്. ഓക്കെ, കൺമണിയുടെ ശബ്ദത്തിൽ ഒരു പാട്ടും കൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. കണ്ഠേന ഗോവിന്ദന കണ്ഠേന ഗോവിന്ദന കൃഷ്ണന കണ്ഠേന ഗോവിന്ദന ശ്രീകൃഷ്ണന പുണ്ടരീകാക്ഷന പാണ്ഡവ ഭക്ഷണ കണ്ഠേന ഗോവിന്ദന ശ്രീകൃഷ്ണന പുണ്ടരീകാക്ഷന പാണ്ഡവ ഭക്ഷണ കണ്ഠേന ഗോവിന്ദന. ഓക്കെ, കൺമണിയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറയാൻ കൺമണിയുടെ പരിമിതി ശരീരത്തിനല്ല, ശരീരത്തിനാണ്, പക്ഷെ മനസ്സിനല്ല എന്നുള്ളതാണ്. അത് സ്വയം തോന്നുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ കൺമണിയെ സംബന്ധിച്ചിടത്തോളം കൺമണിക്ക് എന്താണ് കൂടുതൽ ശക്തി നൽകുന്ന ഒരു കാര്യം? എന്താണ് ലൈഫിൽ ഞാനൊരു ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഞാൻ ഡിസേബിൾഡ് ആണ് എന്ന് ഞാൻ ചിന്തിക്കാറില്ല. ഇനി ദിവസം വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അപ്പോൾ അതാണ് എൻ്റെ വിജയം എന്നാണ് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ചതെല്ലാം നോർമൽ സ്കൂളിലാണ്, നോർമൽ കുട്ടികളോടൊപ്പമാണ്, ഇടപെടുന്നത് നോർമൽ ആൾക്കാരോടൊപ്പമാണ്, സമൂഹത്തിൽ നിന്നൊരു സപ്പോർട്ടുണ്ട് എനിക്ക്. അപ്പം എല്ലാ തരത്തിലും ഒരു സപ്പോർട്ട്, ഏത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ ആണെങ്കിലും പരിമിതികളുള്ള ആൾക്കാരെ ആണെങ്കിലും അവർക്ക് കിട്ടുന്നൊരു സപ്പോർട്ടും ഇൻസ്പിറേഷനും മോട്ടിവേഷനുമാണ് ലൈഫിൽ മുമ്പോട്ടുള്ള ഫ്യൂച്ചർ ലൈഫ് സ്മൂത്ത് ആക്കുന്നത്. അപ്പം എനിക്ക് അത് ആവശ്യത്തിലധികം ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. അപ്പം അത് വലിയൊരു എൻ്റെ ലൈഫിലെ ഒരു സ്മൂത്ത് ജേണിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെന്നുള്ള രീതിയിൽ ഞാൻ എന്നെ ട്രീറ്റ് ചെയ്തിട്ടോ എൻ്റെ വീട്ടുകാർ എന്നെ ട്രീറ്റ് ചെയ്തിട്ടോ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫിൽ ഇത്രയും നേടാൻ എല്ലാം സാധിച്ചത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാനൊരു വയ്യാത്തൊരു കുട്ടിയാന്ന് പറഞ്ഞ് ഞാൻ മാറി ഇരുന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ലൈഫ് എവിടെയും എത്താൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പക്ഷെ ഒരുപാട് ഭിന്നശേഷി കുട്ടികളുണ്ടാവും അല്ലേ? അവരോടൊക്കെ പറയാൻ കൺമണിക്ക് എന്താണ് സന്ദേശമുള്ളത്? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ് ബി പോസിറ്റീവ്. ഈ ബി പോസിറ്റീവിന് വലിയ അർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന നമ്മൾ ഒരു സെക്കൻഡ്സ് മതി നമ്മളുടെ മൈൻഡ് മാറാനായിട്ട്. അപ്പം നന്നാവാനും ചീത്തയാവാനും.
അപ്പം എപ്പോഴും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കത്തില്ലെങ്കിലും ലൈഫിലെ വേണ്ടപ്പെട്ട സമയങ്ങളിൽ അല്ലെങ്കിൽ ലൈഫിൽ നമുക്ക് നേടണം എന്ന് വിചാരിക്കുന്ന സമയങ്ങളിൽ പോസിറ്റീവായിട്ടിരിക്കുക, അല്ലെങ്കിൽ അത് നേടാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക. അപ്പം നമുക്ക് അങ്ങനെ ലൈഫിൽ ചെറുതിലേ തൊട്ടേ ചെയ്ത് പോവാമെങ്കിൽ വളരെയധികം നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. പിന്നെ വീട്ടിൽ നിന്നൊരു സപ്പോർട്ട് അത് വേണ്ട, എത്രയും മസ്റ്റാണ്. അപ്പം അത്രയും അതെന്തായാലും ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും. ഇനി മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ, പദ്ധതികൾ എന്തൊക്കെയാണ്? ഇപ്പം PhD ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് റിസർച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനൊരു നല്ലൊരു നല്ലൊരു റിസർച്ചറായിട്ട് എനിക്ക് മാറാൻ കഴിയണമെന്ന് ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്നൊരു നമുക്ക് ഇത്രയും ഏജായി, അപ്പോൾ ഇനിയൊരു ഗവൺമെൻറ് ജോബ് അത് നേടണം. അപ്പം പിന്നെ ഒത്തിരി അധികം കച്ചേരികൾ ചെയ്യണം, നല്ലൊരു പെർഫോമർ ആവണം, അങ്ങനെ കുറേയധികം പ്ലാൻസ് ഉണ്ട്, ഒത്തിരി മോഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളും ഈ സ്വപ്നങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ കൺമണിയെ. എന്തായാലും ഇനിയും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോവുക, അതുമാത്രമാണ് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും നേരുകയാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ, സംഗീതയാത്രയിൽ, ചിത്രകലയിൽ എന്ന് വേണ്ട കൺമണി മുന്നോട്ട് പോകുന്ന എല്ലാ വഴികളിലേക്കും ആശംസകൾ നേരുന്നു. നന്ദി. ന്യൂസ് മോർണിംഗിൽ ആദ്യമായിട്ട്